ഹായ്, ഞങ്ങൾ കൊടകര സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ സ്റ്റുഡൻസ് ആണ്. എൻ്റെ പേര് സിയോൺ വി എസ്, ഇത് സ്റ്റെഫി ജോസ്, ഇത് ഐഡ ബേബി, ഐസക് പി ജോസഫ് ആൻഡ് ദിൽ സാബു. ഞങ്ങൾ ബയോമെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വിഷൻ ഓഗ്മെൻറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ഫോർ പാരലൈസ്ഡ് പീപ്പിൾ. ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പാരലൈസ്ഡ് ആയ ആളുകൾക്ക് ഹെൽപ്പ് ആവുന്ന ഒരു ഡിവൈസാണ്. അത് ആക്സിഡൻറ്റ് മൂലമോ അല്ലെങ്കിൽ വയസ്സായിട്ടോ അല്ലെങ്കിൽ സ്ട്രോക്ക് മൂലമോ ഒക്കെ ഉള്ള പേഷ്യൻസ് അവർക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ എല്ലാ മസിൽസും ഇൻവോളണ്ടറി ഇൻ മോഷനാണ്. അപ്പോൾ പക്ഷേ അവരുടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവരുടെ കണ്ണുകൾ മാത്രം മൂവ്മെൻറ്റിലായിരിക്കും. അപ്പോൾ കണ്ണിൻ്റെ സിഗ്നൽ നമ്മൾ എടുക്കുകയാണ്. കണ്ണിൻ്റെ സിഗ്നൽ ഇലക്ട്രോഡ്സ് ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഇങ്ങനെ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്ത് അതിൽ നിന്ന് സിഗ്നൽ എടുക്കും. സിഗ്നൽ എടുത്ത് അത് കോഡ് ചെയ്ത് കമ്പ്യൂട്ടറിലോട്ട് ഒരു ഇൻറ്ററപ്റ്റായി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു സോഫ്റ്റ്വെയർ ആണ്, ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്താണ്. വിഷ്വൽ സ്റ്റുഡിയോയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിൽ പേഷ്യൻറ്റ് വേണ്ട ബേസിക് നീഡ്സ് ഉണ്ടായിരിക്കും. ഫുഡ്, വാട്ടർ, ടോയ്ലറ്റ് എല്ലാം ഉണ്ടായിരിക്കും. പേഷ്യൻറ്റ് കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നതനുസരിച്ച് ഏത് വേർഡാണോ ഹൈലൈറ്റഡ് ആയിരിക്കുന്നത് അത് സ്പീക്കറിൽ കൂടെ പുറത്തോട്ട് വരും. അപ്പോൾ നേഴ്സിനൊക്കെ ഈസിയാണ് പേഷ്യൻറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പേഷ്യൻറ്റിനെ സഹായിക്കാനായിട്ട്. പിന്നെ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കൂടി ഞങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിനെ മറ്റുള്ളവരുമായി സംവദിക്കാൻ, അതായത് ബന്ധുക്കളായോ അല്ലെങ്കിൽ ഡോക്ടറൊക്കെ ആയി സംവദിക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഓപ്ഷനിലും ഇങ്ങനെ തന്നെ ഓരോ ലെറ്ററും ഹൈലൈറ്റഡ് ആയിരിക്കും. ആ ഹൈലൈറ്റഡ് ആയിരിക്കുന്നതിൽ പേഷ്യൻറ്റ് എന്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ആ ടൈപ്പ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അണ്ടർസ്റ്റുഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഡോക്ടറാണത് കാണുന്നതെങ്കിൽ പെയിനെന്നോ അല്ലെങ്കിൽ റിലീഫെന്നോ അല്ലെങ്കിൽ മരുന്ന് നന്നായിരുന്നു എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ പേഷ്യൻറ്റിന് അവിടെ ടൈപ്പ് ചെയ്യാം. ആ ടൈപ്പ് ചെയ്യുന്നത് അനുസരിച്ച് ഡോക്ടർക്ക് മനസ്സിലാവും മെഡിക്കൽ ഫീഡ്ബാക്ക് എന്താണെന്ന് പേഷ്യൻറ്റിൻ്റെ. പിന്നെ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോടെ പേഷ്യൻറ്റിൻ്റെ മാനസികമായ നില ഉയരുകയും അതുവഴി പേഷ്യൻറ്റിൻ്റെ ഫിസിക്കലായുള്ള റിക്കവറി എളുപ്പത്തിലായിരിക്കും ചെയ്യുന്നത്. ഞങ്ങൾക്ക് സർട്ടിഫൈഡ് ആണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്.